ഹിന്ദി ഭാഷ എളുപ്പമാവണമെന്നുണ്ടെങ്കിൽ ഹിന്ദിയുടെ മീനിങ് നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ ഹിന്ദി ഭാഷ എളുപ്പമാവുകയുള്ളൂ. അതിനാൽ എല്ലാവരും തന്നെ ഹിന്ദിയുടെ അർത്ഥം പഠിച്ചിരിക്കണം. गणित के साहब सुरेंद्र जी का पीरियड गैलगंडी के बाद आता था. ഗണിതാധ്യാപകനായ മാട്ട് സാബ് എന്ന് പറഞ്ഞ അധ്യാപകൻ. സുരേന്ദർ സാറിൻ്റെ പീരീഡ് ഗേൽഗണ്ടി കെ ബാദ് PT പീരീഡിന് ശേഷമായിരുന്നു വന്നിരുന്നത്. ബച്ചെ ഉൻസെ കാപ്തേ ബച്ചെ കുട്ടികൾ അദ്ദേഹത്തെ അധ്യാപകനെ സുരേന്ദർജിയെ കാണുമ്പോൾ വിറച്ചിരുന്നു. കാപ്തേ അവർ ഗേൽ ഗണ്ടി ബന്ദ് ഹോനെ से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. അദ്ദേഹം ഡ്രിൽ പീരീഡിന് അല്ലെങ്കിൽ PT പീരീഡിന് ശേഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ 2 മിനിറ്റ് മുമ്പ് തന്നെ ഗേൽ ഗണ്ടി ബന്ദ് ഹോനെ से 2 मिनट पहले ही ഗേൽ ഗണ്ടി PT പീരീഡ് അവസാനിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പേ തന്നെ അപ്പനി അപ്പനി ജഹോം പർ ആകർ ബൈഠ് ജാതേ थे കുട്ടികൾ അവരവരുടെ സ്ഥാനങ്ങളിൽ വന്നിരിക്കുമായിരുന്നു. സുരേന്ദർ ജി മാട്ട് സാബ് ഇസി പീരിയഡ് മേം കോപ്പി ജാഞ്ചത്തെ थे. സുരേന്ദർ ജി അധ്യാപകൻ ഈ പീരീഡിലാണ് കോപ്പികൾ പരിശോധിച്ചിരുന്നത്. ജാഞ്ചിന പരിശോധിക്കുക. സരാസി ഗൽത്തി പർ ബച്ചോം കോ ഇധർ ഉധർ ഫേങ്ക് ദേത്തേ थे. ചെറിയ തെറ്റുകളാണെങ്കിൽ പോലും ബച്ചോം കോ കുട്ടികളെ ഇധർ ഉധർ ഫേങ്ക് ദേത്തേ थे അവിടെ ഇവിടെയായിട്ട് ഇരുത്തുകയും യാ ജാപ്പട്ട് മാർന ലഗത്തേ थे അടിക്കുകയും ചെയ്യുമായിരുന്നു. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താ തോ രുക്ന ഭൂൽ ജാത്താ था. അദ്ദേഹത്തിൻ്റെ കൈ തല്ലാൻ ആരംഭിക്കുമ്പോൾ അത് നിർത്തുന്നത് വളരെ പ്രയാസമായിരുന്നു. एक दिन സുരേന്ദർ ജിയും മാട്ട് സാബിനെ ബേല കെ ബാലോ മേ പഞ്ചാ ഫംസായ. ഒരു ദിവസം സുരേന്ദർ ജി മാട്ട് സാബ് ബേല കെ ബേലയുടെ ബാലോ മേ മുടിയിൽ പിടിച്ചു. पर शायद जिस गलती को पाकर वे उसके बाल पकड़ कर फेंकने वाले थे वह गलती दी ही नहीं. ബേലയുടെ മുടി പിടിച്ച് വലിക്കുന്നത് തെറ്റാണെന്ന് വഹ് ഗൽത്തി ദി ഹി നഹിം അതൊരു തെറ്റായിരുന്നില്ല. പിടിച്ച് വലിച്ചത് ഒരു തെറ്റായിരുന്നില്ല. ഉന്നോംനെ ബേലക്കോ ചോട് ദിയ അദ്ദേഹം ബേലയെ ഒഴിവാക്കി. बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. ബേലയുടെ ഭയചകിതമായ ചെഹര മുഖം കണ്ടിട്ട് സാഹിൽ ബുരി തരഹ് ഡർ ഗയാ था. സാഹിലിന് വളരെയധികം പേടി തോന്നി. ഉസ്നെ ദേഖാ കി ബേല കെ പാവ് അബി ബി കാപ്പ് രഹേ ഹേ. സാഹിൽ കണ്ടു ബേലയുടെ പാല് ഇപ്പോഴും വരയ്ക്കുന്നുണ്ടായിരുന്നു. ജയ്സെ വഹ് ഘടെ ഘടെ അബി ഗിർ ജായേഗി. അവൾ വീണു പോകുമെന്ന് വരെ തോന്നി. സുരേന്ദർ ജി മാട്ട് സാബ് ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा बैठ अपनी जगह पर. സുരേന്ദർ മാട്ട് സാബ് കോപ്പി എടുത്ത് ബേല ഇരിക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, നിന്റെ സ്ഥലത്ത് പോയിട്ട് ഇരിക്കും. ബേല കാ മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയ. ബേലയുടെ മനസ്സ് വളരെയധികം ദുഃഖിതമായി. മാട്ട് സാബ് ചാഹെ മുझे പീഡ് ലേത്തെ മകൾ സാഹിൽ കെ സാമനെ നഹി. മാട്ട് സാബ് എന്നെ എത്ര വേണമെങ്കിലും അടിച്ചാലും അതെല്ലാം സാഹിലിൻ്റെ മുന്നിൽ വെച്ച് വേണ്ടായിരുന്നു എന്ന് ബേലയ്ക്ക് തോന്നി. वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी क्योंकि वह जानती थी कि वह साहिल की नज़र में बहुत अच्छी है. സാഹിലിൻ്റെ മുന്നിൽ ബേല വളരെയധികം ലജ്ജിതനായി അനുഭവപ്പെട്ടു. ക്യോംകി എന്തുകൊണ്ടെന്നാൽ അവൾക്ക് അറിയാമായിരുന്നു വഹ് സാഹിൽ കി നസർ മേ ബഹുത് അച്ചി ഹൈ. സാഹിലിൻ്റെ കണ്ണുകളിൽ ഞാൻ വളരെ നല്ലവളാണെന്ന് എന്നുള്ള ചിന്താഗതിയിലായിരുന്നു. जब वह उसके पास आकर बैठी उससे नज़र नहीं मिला पाई. जब वह उसके पास आकर എപ്പോഴാണോ സാഹിൽ ബേലയുടെ അടുത്ത് വന്നിരുന്നത് അവൾ നോക്കുക പോലും നസർ നഹി മിലാപ്പായി അവൾ നോക്കുക പോലും ചെയ്തില്ല. की छुट्टियों के बाद
जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बंधी थी. ദീപാവലിയുടെ അവധിക്ക് ശേഷം സ്കൂൾ തുറന്നപ്പോൾ ബേലയുടെ തലയിൽ ഒരു വെളുത്ത ബാൻഡേജ് ഉണ്ടായിരുന്നു. कोई उसे होय 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 सफ़ेद पट्टी कह रहा था तो कोई सुल्ताना डाकू तो कोई कुछ और कह कर चिढ़ा रहा था. ഹോയ് ഹോയ് വെളുത്ത ബാൻഡേജുകാരി എന്ന് ചിലർ പറയും, ചിലർ സുൽത്താന ഡാക്കു എന്നും ചിലർ മറ്റെന്തോ വിളിച്ചും അവളെ ചുണ്ടി പിടിപ്പിക്കുമായിരുന്നു. ചിടാരഹാദ ചുണ്ടി പിടിച്ചുകൊണ്ടിരുന്നു. ये क्या हो गया बेला, साहिल ने परेशान होते हुए पूछा. ഇതെന്ത് പറ്റി ബേല സാഹിൽ പരവശനായി അല്ലെങ്കിൽ വിവശനായി ചോദിച്ചു. छत से गिर गई, बेला ने हंसते हुए कहा. और कहा छत से गिर गई, ടെറസിൽ നിന്ന് വീണു. ബേല ചിരിച്ചുകൊണ്ട് പറഞ്ഞു. और कहा എന്നിട്ട് പറഞ്ഞു. बहुत दिन हो गए आज गेल गंडी में गांधी चौक में लंगड़ी ഡാങ്ക് ഗേലെങ്കെ. കുറേ ദിവസങ്ങളായി ഇന്ന് ഡ്രിൽ പീരീഡിൽ ഗാന്ധി ചൗക്കിൽ ഞൊണ്ടുകളി കളിക്കാം. നെഹിം ഗേലെങ്കെ കളിക്കുന്നില്ല. തേരെ സിർമേം ഫിർ സേ ലഗ് ജായേഗി തോ, നിന്റെ തലയിൽ വീണ്ടും എന്തെങ്കിലും പറ്റിയാലോ. നെഹിം ലഗേഗി പറ്റില്ല. ബേലാനെ സിദ്ദി ബേല ചാട്ടി പിടിച്ചു. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी गेल गंडी ലങ്കടി ഡാങ്കേലെ. എന്നിട്ട് പതിവ് പോലെ മറ്റു കുട്ടികളോടൊപ്പം ഗാന്ധി ചൗക്കിലെ ബാലു മണലിൽ PT पीरियड മുഴുവനും കളിച്ചു. इन बच्चों को अपने चारों और खेलते देखकर गांधी की मूर्ति, गांधीജിയുടെ പ്രതിമ ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. തൻ്റെ ചുറ്റും കുട്ടികൾ കളിക്കുന്ന കണ്ടിട്ട് ഗാന്ധി പ്രതിമ കൂടുതൽ മുസ്കുരാ രഹി ഹോ, പുഞ്ചിരിക്കുന്നതായി തോന്നി. रविवार का दिन था, ഞായറാഴ്ച ദിവസമായിരുന്നു. സാഹിൽ अपने घर में नीम के पेड़ की डाली पकड़ कर चूम रहा था. സാഹിൽ തൻ്റെ വീട്ടിൽ നിംക പേഡ്ക്കി വേപ്പ് മരത്തിൻ്റെ ഡാലി ചില്ലയിൽ പകഡ് കർ പിടിച്ച് ജൂം രഹാദ ആടുകയായിരുന്നു. വഹ് ഏക് സ്റ്റൂൾ പർ ചടുക്കർ ജൂൽത്താത, അവനൊരു സ്റ്റൂളിൽ കയറി നിന്നാണ് ആടിയിരുന്നത്. അച്ചാനക് പെട്ടെന്ന് ടൂട്ടെ സ്റ്റൂൾ കി ഏക് കീൽ സാഹിൽ കി പിണ്ടലി മേ ലഗ് ഗയി. പെട്ടെന്ന് പൊട്ടിയ സ്റ്റൂളിൻ്റെ ഒരു ആണി ഏക് കീല് സാഹിലിൻ്റെ പിണ്ടലി കണങ്കാലിൽ തുളച്ചു കയറി. ഏക് ഇഞ്ച് ഗഹര ഗണ്ട ഹോഗയ, 1 ഇഞ്ച് ആഴം ഉണ്ടായിരുന്നു. 1 ഇഞ്ച് ആഴത്തിൽ മുറിവേറ്റു. ഉസെ സർക്കാരി അസ്പതാൽ മേ പറ്റി ബന്ധവാനെ കെ ലിയെ ലേ ജായ ഗയ, അവനെ സർക്കാർ ആസ്പത്രിയിൽ ബാൻഡേജ് കെട്ടുന്നതിന് വേണ്ടി കേലിയെ വേണ്ടി ലേ ജായ ഗയ കൊണ്ടുപോയി. ഉസ്നെ ദേഖാ കി 2 ലോഗോं को छोड़कर आगे बेला खड़ी है.
ആകെ ബേലഗരി. ക്യൂവിൽ രണ്ടുപേരുടെയും മുമ്പിലായാണ് ബേല നിൽക്കുന്നത് അവൻ കണ്ടു. സിർ മീം പറ്റി ബന്ധുവാനെ ആയി ഹേ. തലയിൽ ബാൻഡേജ് കെട്ടുന്നതിനാണ് വന്നത്. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बंद होती और एक की पिंडली में. സ്കൂളിൽ വന്നു പോകുമ്പോഴും ക്ലാസ്സിലിരിക്കുമ്പോഴും ഈ രണ്ടു കുട്ടികളിൽ ഒരാളുടെ തലയിലും മറ്റേയാളുടെ കണങ്കാലിലും ബാൻഡേജ് ഉണ്ടായിരുന്നു. സഫേദ് പറ്റി വാലെ യേ ദോനോ കहीं पर भी साथ ही दिखाई देते. വെളുത്ത ബാൻഡേജ് ധരിച്ച ഇവർ എല്ലായിടത്തും ഒരുമിച്ച് കാണപ്പെട്ടു.